വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുക വെല്ലുവിളിക്കുന്നു. അറിയാം ആ പിന്നെ എനക്കറിയാത് നമ്മൾ നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോ വളരെയധികം ഒരു വാൻ ലൈഫ് നടത്തുന്ന ഒരു ചാനലുകാര് വളരെയധികം ഒരു പ്രശ്നത്തിലാണുള്ളത്. അവരും ആ ചാനലുകാരും അവരുടെ കൂടെ ആദ്യത്തെ അവരെ ഒന്നും അല്ലാതിരുന്ന ഘട്ടത്തിൽ അവരെ സഹായിച്ച ഒരുപാട് വ്യക്തികളും തമ്മിൽ ഇപ്പോൾ വളരെയധികം പ്രശ്നത്തിലും അതേപോലെ തന്നെ അത് വധഭീഷണിയിലേക്ക് വരെ നീണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണുള്ളത്. ഞാൻ അവരുടെ ഈ രണ്ടു കൂട്ടരുടെയും നടുക്കായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്താണ് പ്രശ്നം, അതായത് നമ്മുടെ നാട്ടില് ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുള്ളവർ തമ്മിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ എന്തൊരു യൂട്യൂബർ എന്ന നിലയിൽ സത്യം എന്തുകൊണ്ട് എനിക്ക് പുറത്തെത്തിച്ചുകൂടാ. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കുറെ അവിടുത്തെ ഓഡിയോ ക്ലിപ്പ്, കുറെ ഇവിടുത്തെ ഓഡിയോ ക്ലിപ്പ്, എല്ലാം കൂടെ മൊത്തം ഈ പ്രശ്നത്തിനെ അവർ രണ്ടുപേരും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ആക്കിയിട്ട് അവർ ക്ലോസ് ചെയ്തു. ആ ഒരു കേസ് അവർ രണ്ട് കൂട്ടരും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും കുറെ ദിവസമായി അവരെ കാണാൻ വേണ്ടിട്ട് പോകാൻ ശ്രമിച്ചിട്ട്, പക്ഷെ അവർ ഈ ഒരു പ്രശ്നത്തോട് റിയാക്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതായത് അവർ ഇപ്പൊ തന്നെ കുറേയേറെ പ്രശ്നങ്ങൾ ഇതാവുന്നുണ്ട്. പിന്നീടും അവർക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ നമ്മൾ കുറെ ദിവസം വന്ന് ഇന്നിപ്പോ നമുക്ക് ആ രണ്ട് വ്യക്തികളെയും നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ, അതായത് കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു എന്താണ് അവർക്ക് അറിയേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. അവർ അതിനുശേഷം അതിനുള്ള മറുപടി അവരുടെ ഭാഗത്ത് അവർ സത്യസന്ധമായിട്ട് പറയാം. നമ്മൾ ഒരു ടീമിനെ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ ഇവർ രണ്ടുപേരുമാണ്. അതായത് ആ ഒരു വ്യക്തികളുടെ ചാനൽ ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക്, ആദ്യം തൊട്ടല്ല പിന്നീട് ഇപ്പോഴും കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അജിതാശ, അതായത് പുള്ളി കാർ ക്ലിനിക് എന്ന് പറയുന്ന വർക്ക്ഷോപ്പിന്റെ ഓണറായ അജിത് ആണ്. അതേപോലെ തന്നെ ഇത് കാറക്സ് ആക്സസറീസ് നടത്തുന്ന MK ആണ്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ആ ഒരു വിവാദത്തിൽ ഇപ്പൊ പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കാം. അപ്പൊ നമുക്ക് ചോദിക്കാം. അതായത് എവിടെ നിന്നാണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയത്? അതായത് നിങ്ങളെല്ലാവരും തന്നെ ഒരു സഹോദരങ്ങളെ പോലെ തന്നെ ഒന്നിച്ചു പോവുകയും ഒന്നിച്ച് കിടക്കുകയും ഒന്നിച്ചു ഉണ്ണുകയും അതേപോലെ നടന്നാണ്. എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്? അതറിയാൻ വേണ്ടി എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. അതെ, പ്രശ്നങ്ങൾ തുടങ്ങിയത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നമുക്കൊന്നും ഓർത്തെടുത്ത് പറയാൻ പറ്റില്ല. കാര്യം നമ്മളും അങ്ങനെ പ്രശ്നങ്ങൾ വരുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല, ഞങ്ങളാരും വിചാരിച്ചിട്ടില്ല. ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങൾ വരുമെന്ന് അങ്ങനെ ഒരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആദ്യം നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് പ്രശ്നം തീർത്തേനെ. അങ്ങനെ നമുക്കൊരു ഇരുട്ടടി കിട്ടുന്ന പോലെ ഇപ്പൊ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം തൊട്ടേ ചെറിയൊരു വേറൊരു വാൻ ലൈഫ് ചെയ്യുന്ന ആൾക്കെതിരെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെറിയ ഇഷ്യൂ വന്നപ്പം അതിനെതിരെ എല്ലാവരും എൻ്റെ ഗ്രൂപ്പിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ ക്രൂശിക്കുകയുണ്ടായി. എന്നാലും ഞാൻ ആ ഗ്രൂപ്പുമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അതായത് വേറൊരു വാൻ ലൈഫ് ആ ടീംസ് എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് യൂട്യൂബിന്റെ അല്ല വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു മെമ്പർ വേറൊരു ടീംസിനെതിരെ കമന്റ് ഇട്ടത് കൊണ്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അത് എൻ്റെ ഗ്രൂപ്പ് ഞാനതിൽ എന്നാലും ആക്റ്റീവ് അല്ലായിരുന്നു. അതിലുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ അതെന്നേരം അഡ്മിനുള്ളിൽ ആക്കിയിട്ടു. അത് ഇതുവരെ തുറന്നിട്ടുമില്ല. എന്നാലും അങ്ങനെ ഉണ്ടായതാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിന്റെ പ്രശ്നങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല. അതിന്റെ പ്രശ്നം ഉണ്ടായപ്പം ഞാൻ അങ്ങോട്ടും കുറച്ച് ഒരു വർത്തമാനം അതിന് സപ്പോർട്ട്, എന്നെ വഴക്ക് പറഞ്ഞ ഒരാളെ ഞാൻ അങ്ങോട്ടും അവരുടെ കൂടെയുള്ള ഒരാളെ വർത്തമാനം പറയേണ്ട വന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് മറ്റേ വണ്ടി മാറ്റുന്നു എന്നുള്ള പ്രശ്നം വന്നപ്പോൾ, ഞാൻ സ്വാഭാവികമായിട്ട് അവർക്ക് പറയാം ഈ വണ്ടി മാറ്റുന്നത് ഇന്ന കാരണം കൊണ്ടാണ്, പോലീസ് പിടിക്കുന്നു, ലൈസൻസ് ഇല്ല. അത് എന്നോടുള്ള നേരത്തെ ആ ദേഷ്യത്തിന്റെ പുറത്ത് അവര് വണ്ടി കൂടുതൽ കംപ്ലൈന്റ്സ് ആണെന്ന് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവർക്കും അത് ഫീൽ ചെയ്യണമെന്നില്ല. ഞാൻ പണിതതായതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് എന്റെ മാത്രം ഫീലിംഗ് ആണോന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഫീൽ ചെയ്തു. അവര് പറയുന്നത് ഈ വണ്ടി എവിടെ തൊട്ടാലും, ഞാൻ പണിത വണ്ടിയാണ് അതുകൊണ്ട് പറയാണ്, എവിടെ തൊട്ടാലും ഞാൻ പണിതത് ആത്മാർത്ഥതയോടും
ആ രീതിയിലുമാണ് പണിതത്, അല്ലാതെ വേറെ രീതിയിലല്ല. എന്നാലും അതിനിങ്ങനെ പറഞ്ഞ് കുറ്റം പറയുമ്പോൾ എനിക്കൊരു ഫീലിംഗ് വന്നു. എന്നാലും ഞാൻ എൻ്റെ സാധാരണ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവരെ അടുത്ത് എത്തുമെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സാധാ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധാ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനിട്ടു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, വണ്ടി കുറ്റം പറയാൻ പാടില്ല. ആ വോയിസ് എന്ന് പറഞ്ഞാൽ ഇനി പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കേട്ടതാണ് ആ വോയിസ്. പിന്നെ ഞാൻ ആ വണ്ടി അത്ര ഇതാണെങ്കിൽ നിങ്ങൾ ഏതായാലും അത് വേറെ എടുക്കുവാണ്, ഞാൻ അത് എടുത്തോളാം, 50,000 രൂപ കൊടുത്ത് എടുത്തോളാം എന്നുള്ള ഒരു ഇതും ഉണ്ടായി. ഇത്രയും പ്രശ്നമേ ഈ 2 പ്രശ്നമാണ് ആകെ വന്നേക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കുക, അങ്ങനെ ഈ പ്രശ്നം വന്നെന്ന് വിചാരിച്ച് ഈ പ്രശ്നം വലിയ പ്രശ്നമായിരിക്കാം, എല്ലാവരുടെ മുമ്പിൽ വലിയ പ്രശ്നമായിരിക്കാം ഈ ഞാൻ പറഞ്ഞ പ്രശ്നം. പക്ഷെ അവര് എന്നെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറയാ, ഇല്ലെങ്കിൽ അവർക്ക് അതിന് തക്കതായ ഒരു പക്വത ഇല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെങ്കിലും പറയുക, നിങ്ങൾ തന്നെ ഒന്ന് വിളിച്ച് അവനോട് സംസാരിക്കില്ലെങ്കിൽ ആട് സംസാരിക്കുക, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട, നിങ്ങൾ വിട്ടുപോയേക്കെന്ന് പറഞ്ഞാൽ തന്നെ ഈ പ്രശ്നം ഇവിടെ തീർന്നേനെ. ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യനെ നമ്മൾ പിന്നെ എല്ലാവരും ചിന്തിക്കുന്നതാണ് പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുവാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, ഇപ്പൊ ഇവര് വന്നപ്പം വരെ നമ്മൾ വിട്ടതാണ്. നമ്മളെ ഇത്രയും നിങ്ങൾ തെറി പറയുന്നു, കമന്റ് തൊഴിലാളികൾ പോലെ ആൾക്കാർ ഈ ബഡ്ജറ്റിന്റെ ഫണ്ട്സ് ഇത്രയും വന്ന് തെറി പറയുന്നു. തെറി പറയേണ്ട കാര്യം നമ്മൾ ആരും ഉപദ്രവിച്ചിട്ടില്ല, സഹായിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആരും സഹായിക്കാത്തപ്പോഴാണ് ഞാൻ സഹായിച്ചത്. അങ്ങനെ ആര് സഹായിച്ചപ്പോ എനിക്ക് കിട്ടിയതാണിത്. ജസ്റ്റ് ഒരു ചെറിയൊരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഒന്നാമത് ഇതായിട്ട് ഞാൻ പറയുന്നു. ആ ഒരു സഹായത്തിന് തന്നെ അതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു, ഇല്ലെങ്കിൽ ആ ഒരു കടയെ പ്രൊമോട്ട് ചെയ്യണം, അതേപോലെ തന്നെ അജിത്തേട്ടനെ നല്ലൊരു വ്യക്തിത്വമായിട്ട് എടുത്തു കാണിക്കണം, അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ കുറെ പ്രഷർ ചെലുത്തിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങളിൽ അവരുടെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അതിനുത്തരം ഞാൻ പറഞ്ഞതാണ്. അതായത് ഏത് ടൈമിലാ ഇവന്റെ അടുത്ത് പിന്നെ വർക്കിന് വന്നത് എനിക്കറിയാം, ഇവനിക്കും അറിയാം. ആദ്യം മുതലേ വീഡിയോ കാണുന്ന ആൾക്കറിയാം ഏത് ടൈമിലാ വന്നത്. ബിലോ 10K, അതായത് 10,000 ഉള്ളിലാണ് വന്നത്. അപ്പോ എത്രത്തോളം പബ്ലിസിറ്റി ഉണ്ടാവും, എത്രത്തോളം ഇപ്പൊ പിന്നെ മനസ്സിലാക്കാണ്ട്. ഇനി ഈ ഒരു യൂട്യൂബർ അത് എനിക്കറിയാം 10K, അതായത് 10,000 സബ്സ്ക്രൈബർ ചാനലിന്റെ പബ്ലിസിറ്റി എത്ര ഉണ്ടെന്ന് അറിയാം. ആരും ചിലപ്പോൾ അറിയണമെന്നില്ല, ആരും ഈ ആൾക്കാർ അറിയണമെന്നില്ല. ആ ഒരു ലെവലിൽ ഉണ്ടാകുമ്പോൾ ഞാനായാലും ആരായാലും നമ്മൾ പിന്നെ കൂടുതൽ ആൾക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 100K അല്ലെങ്കിൽ 50K അല്ല അത്രയും വൈറലായ വീഡിയോസ് എല്ലാം ഉണ്ടാകുമ്പോൾ ആൾക്കാർ അറിയാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അറിയില്ല, ടൗണിലൊക്കെ ജീവിക്കുന്ന ഞാൻ തന്നെ അറിയില്ല ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ പബ്ലിസിറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ നല്ല ചാനൽ കൊടുക്കാം. അതായത് നമ്മളെ ഈ ഒരു ഏരിയ മൊത്തം ചാനൽ തന്നെ കൊടുക്കാം. അത് കൊടുത്താൽ മതിയല്ലോ, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് ഇവന് ഒന്നുമില്ല, നിഷ്കളങ്കമായി ഇവർക്ക് തോന്നി ചെയ്ത് സഹായിച്ചേക്കാം. പൊതുവെ ആ ഒരു മൈൻഡാണ്. ഞാനൊന്ന് ഇടയ്ക്ക് അതായത് നമ്മുടെ ഒരു മനസ്സിന്റെ ഇതുകൊണ്ട് കഷ്ടകാലത്തിന് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയാം ഇങ്ങനത്തെ ഒരു കാര്യം. അതായത് നമ്മൾ ആദ്യം തൊട്ടേ ഈ നാട്ടിലുള്ളവർക്ക് അറിയത്തുണ്ടാവില്ല, ആർക്കും അറിയത്തില്ല. നമ്മള് അതായത് ഒരു പിള്ളേരെ വളർത്തുന്നവർക്ക് ആദ്യം നമ്മൾ ഒരു പൈസ ഇല്ലാതെയാണ് പണിതുകൊണ്ടിരുന്ന വണ്ടി. അതുപോലെ തന്നെ അത് പിന്നെ അവർക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ സാഹചര്യം മോശമായതുകൊണ്ട് പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട സ്നേഹഭവൻ, ആ പരിപാടി കണ്ട സ്നേഹഭവനിൽ ഞാൻ ഈ വർഷങ്ങളായിട്ട് അവരുടെ വണ്ടി പണിയുന്നതാണ്. ആ സാറിന് പറയാം, എല്ലാവർക്കും പറയാം. ആ വണ്ടിക്ക് ഞാൻ ആദ്യത്തെ കാലഘട്ടത്തിൽ ഒരു പൈസ മേടിക്കുന്നില്ലായിരുന്നു. പിന്നീട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായപ്പോൾ പിന്നീടുള്ള സമയത്ത് ലേബർ പണിക്കൂലി ഇല്ലാതെ കാര്യം നമ്മളെ കൊണ്ട് താങ്ങാതെ വന്നപ്പോൾ ഇത്തരം സ്റ്റാഫും കാര്യങ്ങളും ഈ ഫീൽഡിനെ നമ്മളെ പറ്റിച്ച് ഒരുപാട് പേര് പോകുന്നതുകൊണ്ടും എല്ലാം കൊണ്ടും തന്നെ നമുക്ക് താങ്ങാത്തതുകൊണ്ട് സാധനത്തിന്റെ പൈസ ലേബർ ഇല്ലാതെയാണ് പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു ചെറിയൊരു തെറ്റ് ഉണ്ടായിരുന്നുകൊണ്ടും അങ്ങനെയുള്ളവർ ചെയ്തുകൊണ്ട് യാതൊരു മോശമില്ലെന്ന് ഞാൻ പറയുന്നു. ഞാനൊരു സ്നേഹം കൊണ്ടും ഇത് ആദ്യം ഇവരുടെ വണ്ടി കത്തിപ്പോയപ്പോഴേ എഞ്ചിൻ തപ്പിയ ആളാണ് ഞാൻ. അതായത് എന്റെ നാട്ടിലെ പിള്ളേരായതുകൊണ്ട് തന്നെ ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുന്നതുകൊണ്ട് തന്നെ എനിക്കത് തോന്നിപ്പോയി. പിന്നെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നതും കണ്ടു. പിന്നെ എന്റെ കടയത്തെ ഒരു സ്റ്റാഫ് ഇവരെ കൂടെ പഠിച്ച ആൾ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വന്നോളാനും പറഞ്ഞു. എന്നാൽ ഇവരുടെ അടുത്ത് പൈസ ഇല്ലെന്നും 1 രൂപ എടുക്കാനില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർക്ക് വേണ്ട സഹായം വരെ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴല്ലേ നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ല, ഒരു വീടി വലിക്കാൻ പോലും പൈസ ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ സഹായിച്ചതെന്നുള്ളത് എൻ്റെ തെറ്റാണ്.
കാര്യം സഹായിച്ച് പിന്നെയും ഞാൻ അങ്ങ് ഇതായിപ്പോയി. അന്നേരം എന്ന് പറഞ്ഞാൽ പിള്ളേർക്കും കണ്ടന്റ് ഇല്ല. അതായത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വീഡിയോ എത്ര എപ്പിസോഡെന്ന് അറിയത്തില്ല, വലിയ എപ്പിസോഡുകൾ 200ഓളം എപ്പിസോഡ്, 200 അറിയത്തില്ല, അത്ര കുറെ എപ്പിസോഡുകൾ ചെയ്തു വണ്ടിയുടെ ഓരോരോ ഭാഗങ്ങൾ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൽ ഇപ്പം നിങ്ങളെ പോലെ കുറെ പേര് എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞിട്ട് ഞാനും തുടങ്ങി. അങ്ങനെയാണ് യൂട്യൂബിന്റെ ഒന്നും അറിയാത്ത അവരാണ് യൂട്യൂബ് തുടങ്ങിയെന്ന് ഞാൻ പറയുന്നു. എനിക്ക് യൂട്യൂബിന്റെ ABCD അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പം അവരായിട്ട് തുടങ്ങി തന്നത് മാത്രമാണ് അവര് നശിപ്പിച്ചപ്പോൾ ആകെയുള്ള ആശ്രയം. എന്നെ അറിയുന്നവർക്ക് സത്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ഏക ആശ്രയം എന്ന് പറയുന്ന ആ ചാനലാണ്. അത് പൂട്ടിക്കാനും കാര്യങ്ങളും നോക്കുന്നുണ്ട്, എന്നാലും നമുക്ക് വിഷയമില്ല. അതാണ് അവർക്കും പറ്റിയ തെറ്റ്. യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നു. പക്ഷെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് കൊണ്ടല്ല, നമ്മൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ആ തുടങ്ങിയതും അതിൽ കൂടുതലും എന്നെ നാറ്റിച്ച് ഒരു സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ നേരത്തെ 3 വീഡിയോ ഇതോടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 വീഡിയോയ്ക്ക് വളരെയധികം നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് ഒരു ചെറിയ റിപ്ലൈ? അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇതേ പ്രായമുള്ള ആൾക്കാരാണ് മൊത്തം ഈ ബുൾജെറ്റിന്റെ ഫാൻസ്. സഹോദരന്റെ അതേ പ്രായമുള്ളവരാണ് ഇത്. എന്നു പറഞ്ഞാൽ ഒരു എടുത്തിയാടോ നമ്മളെ നേരത്തെ അറിയത്തുമില്ല, നമ്മളെന്താ ചെയ്തതെന്നും അറിയത്തില്ല, നമ്മൾ തെറ്റ് ചെയ്തത് ഒന്നും അറിയാത്തത് കൊണ്ട് ആൾക്കാർ അതുപോലെ വന്നിട്ട് ഒരു ആക്രമണം, ഒരാളെ നേരിട്ട് ഒരു തെറി പറഞ്ഞ അവരെ സഹിക്കാൻ പറ്റാത്തത്രയാണ്. അതുപോലെ ആക്രമണം നടത്തിയിട്ടാണ് ഇത്ര പ്രശ്നങ്ങൾ വന്നത്. പിന്നെ അതേപോലെ തന്നെ കടയുടെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ അവർ നെപ്പോളിയൻ എന്ന് പറയുന്ന അവരുടെ വാഹനത്തിന് 50,000 രൂപ വില പറഞ്ഞു എന്നവർ പറഞ്ഞിരുന്നു. കറക്റ്റ് എനിക്കറിയില്ല. വില പറഞ്ഞത് പുതിയ വർക്ക്ഷോപ്പ് ഉദ്ഘാടനത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ലല്ല, അവര് പറഞ്ഞത് ഇങ്ങനെയാന്ന് തോന്നുന്നു. 50,000 രൂപ എനിക്ക് ഞങ്ങളുടെ വണ്ടിയിൽ വിലയിട്ട് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് സാഹചര്യം ഞാൻ പറഞ്ഞു. അവർ ഈ വണ്ടിയെ നിങ്ങൾ ആ വീഡിയോ എടുത്താൽ നിങ്ങൾ കൊടുത്ത 50 രൂപ കൊടുത്ത ഒരാളാണ് അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. നിങ്ങൾ ആ വീഡിയോ കിച്ചൻ്റെ ഒന്ന് ജസ്റ്റ് ഇരുന്ന് കാണും. കുറച്ച് നാളായിട്ടുള്ളൂ ആ വീഡിയോ കാണും. അതിൽ പറയുന്നത് അവിടെ തൊട്ട കംപ്ലൈന്റ്, ഇവിടെ തൊട്ട കംപ്ലൈന്റ്, ഇത് തൊടുന്നതെല്ലാം കംപ്ലൈന്റ്. ഇല്ലെങ്കിൽ അവർക്ക് പറയായിരുന്നു ഇത് പോലീസ് പിടിക്കുന്നു, മറ്റേത് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. നമ്മളെ കുത്തിക്കൊണ്ടിരുന്നോണ്ട് മാത്രമാണ് നമ്മൾ കുത്തിയത്. ഒരു മിനിറ്റ്, പോലീസ് പിടിക്കുന്നു പറഞ്ഞ് അവരങ്ങനെയാണ് പറയണ്ടത്. ഇത് ലൈസൻസ് ഇല്ലാന്ന് മതി, ഇത് വാൻ ലൈഫിന് പറ്റൂലെന്നാ മതി. വാൻ ലൈഫിന് പറ്റൂല അത് പറഞ്ഞ വിഷയതീർന്ന്. നമ്മളെ ജീവിത മാർഗം എന്നൊരു സാധനത്തിലും ഒന്ന് ചെയ്യുന്നതിന് മറ്റൊരു വളരാണ്. നമ്മളൊരു ജീവിത മാർഗം, നമ്മളൊരു രാശിയാണ്. അതിനെ ചെയ്യിച്ചിട്ട്, അതായത് പിന്നെയും പറയുന്നത് നമ്മളതിനെ കുറ്റം പറയുന്നില്ല എന്ന് വാൻ ലൈഫുകാർ പറയുന്നു. കുറ്റം പറയുന്നില്ല വീഡിയോ കണ്ടു എനിക്ക് തോന്നുന്നു കുറ്റം പറയുന്നില്ല എന്ന് പിന്നെ പറഞ്ഞു. എത്ര കുറ്റം പറയുന്നത് വണ്ടി. അതായത് ഇപ്പൊ കുറ്റം പറയുന്നെന്ന് പറഞ്ഞ എല്ലാം നോക്കിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഓരോരോ ചോദ്യങ്ങള് ലൈവായിട്ട് ചോദിക്കണം. ഞാനൊരു ചോദിച്ചോട്ടെ, ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ കാര്യങ്ങൾ ബാക്കി പറഞ്ഞത്. അതിൽ 90% ആൾക്കാരും വിചാരിച്ചത് ഞാൻ പറഞ്ഞാണ് കൊല്ലുമെന്ന് പറഞ്ഞതാണ്. അത് സത്യം തന്നെയാണ്. അതേപോലെ തന്നെ അവരുടെ വാഹനം കത്തിക്കും. അതൊന്നും ഞാൻ പറഞ്ഞല്ല, അതാരായിരുന്നു പറഞ്ഞത് എന്നവർക്ക് ചെറിയൊരു സൂചനയും കൊടുക്കാറുണ്ട്. അതായത് ഇവര് കണ്ണൂർ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നതാണ്. ഇവരെപ്പോഴും പറയുന്നത് രണ്ട് വ്യക്തികൾ എപ്പോഴും പറയുന്ന പേരാണ് വർക്ക്ഷോപ്പിൽ വാഹനം നന്നാക്കി തന്നയാൾ, അതേപോലെ തന്നെ ആക്സസറൈസ് ചെയ്തു തന്നയാൾ. ഇല്ലെങ്കിൽ അത് സാധാരണ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഞാനിപ്പോ ആ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുക എന്താണ്, അതേപോലെ തന്നെ വണ്ടി നന്നാക്കി തന്നയാൾ, അതായത് ഐത്തട്ടെ ആക്സസറൈസ് ചെയ്തു തന്നയാൾ എമ്മിക്ക, ഇവർ രണ്ടുപേരുമാണ് വിചാരിക്കുക. അല്ല, നമ്മൾ ആ കേസ് വിട്ടാണ്. പിന്നെ ഒരു പോയിന്റ് വന്നു, മറ്റേ എന്നാ പറയാ, ഇന്ന ആള് ഇവരെ ലൊക്കേഷൻ തപ്പിയിട്ട് പോയിട്ട് അത് വിളിച്ചത് ആ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ ആള് എന്നേരം ചോദിച്ചിരുന്നു കമന്റും കാര്യങ്ങൾ അയിത്താശാന്റെ വർക്ക്ഷോപ്പ് മറ്റേത് മറിച്ചത്. നാണമില്ല മനുഷ്യന്മാരെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ഒരു ഇതില്ല, അറിഞ്ഞിട്ട് വേണം. ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചെന്ന് അവന്മാര് പറയണേ, ഞാൻ വിളിച്ചെന്ന് പറയണേ. അതായത് ഞാൻ മിന്നാത്ത വീഡിയോ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇവനിപ്പോ ഒരു യൂട്യൂബറാണ്, ഇവന്റെ സബ്സ്ക്രൈബറാന്ന് വെച്ചാൽ നിങ്ങൾ ഇവൻ പറയുന്നല്ല ഞാൻ അന്ന് പറഞ്ഞു, എന്നിട്ട് വീണ്ടും നമുക്കതിന്റെ വന്നോണ്ട് പറയുന്നത് ഇവനൊരു യൂട്യൂബറാന്ന് ഇവന്റെ പറയുന്നതല്ല ശരിയെന്നാട്ട് നിങ്ങൾ അവന്റെ കാൽ കീഴിൽ അടിമപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ അറിയാതെ ഈ യൂട്യൂബർ കാൽ കീഴിൽ അടിമപ്പെട്ട്
അവർ എന്ത് പറയുന്നതും ശരിയെന്നുള്ള ലെവലിലേക്ക് പോയി. കൂടുതൽ ഫൈക്കാന്ന് മനസ്സിലായി നമുക്ക്, ഒരു സംശയമില്ല ഫൈക്കാണ്. ചോറ് തിന്നുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും സത്യം എന്ത് നീതി എന്ത്. കാരണം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് മറുപടി തന്നെ ക്ലാരിറ്റി എന്നത്. അതായത് രണ്ടുപേരെന്ന് പറഞ്ഞു പേര് പറയാൻ പിന്നെ പറ്റുന്നില്ല, അതൊരിക്കലും യൂട്യൂബിൽ പറയാൻ പറ്റില്ല. വേണ്ട, പേര് പറയണ്ട. ഇരിട്ടിയിലുള്ള ആൾക്കാരാണോ നിങ്ങളുടെ ഈ വധഭീഷണി വണ്ടി അല്ല വേണ്ട, ഇരിട്ടി അങ്ങനല്ല, ക്ലാരിഫിക്കേഷൻ വരുന്ന പേര് പറയണ്ട. ഇരിട്ടിയിലുള്ള ആളാണോ, ഇരിട്ടിയിലുള്ള 2 ആൾക്കാരാണോ നിങ്ങൾ വധഭീഷണി ചെയ്തതോ പിന്നെ അല്ലെ വണ്ടി കത്തിക്കുന്നു പറഞ്ഞത് ക്ലാരിഫിക്കേഷൻ. ഇരിട്ടിയിലുള്ള ആളാണോ, അല്ല ആളല്ല, ഇരിട്ടിക്ക് പുറത്തുള്ള ആണോ അങ്ങനെ പറഞ്ഞാൽ മതി, വിഷയമില്ല. ഇനി മറ്റേ പ്ലേ ബട്ടൺ വെച്ചത് ഇരിട്ടിയിലുള്ളതാണോ അല്ലേ, ഇരിട്ടിയിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ പേര് പറയണ്ട, ഇരിട്ടിയിലുള്ളതാണോ അല്ലെങ്കിൽ ഇരിട്ടിക്ക് പുറത്തുള്ളതാണോ, എല്ലാത്തിനും ക്ലാരിഫിക്കേഷൻ വരുന്നത്. പിന്നെ GPS-ന്റെ കാര്യം പറഞ്ഞു, GPS-ന്റെ വീഡിയോ നിങ്ങൾ എടുക്കുക. ഏത് എല്ലാം പിന്നെ വീഡിയോ ആയിട്ടുണ്ട് പഴയത്. GPS-ന്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. GPS-ന്റെ വീഡിയോയിൽ ആ വെച്ച ഫിറ്റ് ചെയ്ത പുള്ളിയുടെ നമ്പർ ഉണ്ട്, പുള്ളിയെ വിളിക്കുക. ഈ ബുൾജെറ്റിന് കുതിര, അതായത് ഈ ബുൾജെറ്റ് ഈ ഒരു വാൻ ലൈഫിന് ഇവരെ ഇത് ഏത് ഐഡിയും പിന്നെ അവരെ പാസ്വേഡ് ചോദിച്ചിനോ ഇല്ലയോ എന്ന് ചോദിക്കും. ഈ ഒരു നമ്പർ GPS-ന്റെ പുള്ളിയിലോട്ട് ചോദിക്കുക. ഈ ഒരു വാൻ ലൈഫാറെ പേരോ ഇവരെ ഐഡിയോ ഇവരെ പാസ്വേഡോ വേണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചിനോ എന്ന് ചോദിക്കും. പിന്നെ ചോദിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇപ്പോൾ 2-3 വീഡിയോ മുമ്പ് പറഞ്ഞ് ഈ പുള്ളിയെ ഭീഷണിപ്പെടുത്തി ഞാൻ പിന്നെ പാസ്വേഡും ഈ ഒരു പിന്നെ അവരെ ഇത് ഐഡിയ ചോദിച്ചിരുന്നു. പുള്ളിയോട് ചോദിക്കാൻ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെട്ടത് നമ്പറുണ്ട്, പുള്ളിയെ വിളിക്ക്, തെളിവുകൾ നിരത്ത്. നമ്മൾ പറഞ്ഞില്ല തെളിവുകൾ നിരത്ത്, തെളിവുകൾ നിരത്താത്ത കാര്യം മുന്നോട്ട് പോയല്ല. ഇപ്പൊ ഒരു ഫോൺ റെക്കോർഡ് പറയുന്നത് നമുക്കിപ്പോ വേണേൽ പറയാം, ഒരു ഫോൺ എടുത്തിട്ട് എഴുതാം ഇന്ന അറിയാം. നിങ്ങളപ്പോൾ അത് കേട്ട് ഇറക്കല്ല, ആ ഫോൺ കോള് സത്യമാണോ അല്ലയോ നോക്ക്. നമുക്ക് കൂട്ടണ്ട. അതുപോലെ തന്നെ സഹോദരൻ ചോദിച്ചു വർക്ക്ഷോപ്പിന്റെ പ്രൊമോഷന് വേണ്ടിയാണ്, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല. വർക്ക്ഷോപ്പിന്റെ പ്രൊമോഷന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ വർക്ക്ഷോപ്പ് സർവ്വസാധാരണമായിട്ട് ഡിസംബറിൽ അവർ വരുമെന്ന് നേരത്തെ പറഞ്ഞു. കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഡിസംബറിൽ വരുമെന്ന് അവർ നേരത്തെ പറഞ്ഞു. എന്നാലും സ്വാഭാവികമായിട്ട് എന്നാലും ഉദ്ഘാടനം വെക്കണമെന്ന് ഞാനും വിചാരിച്ചു. കാര്യം 2,25,000 പേര് ഇപ്പൊ ഉള്ള ചാനലിൽ കൂടി എന്റെ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം നമ്മൾ സുഹൃത്തുക്കളാണ്. എന്നേരം ഞാൻ കണ്ടത് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യസന്ധതയാണ് എന്ന് വിചാരിച്ച് എന്നോടല്ല എബിനാണ് പറഞ്ഞത്. നിങ്ങൾ വരുമ്പോൾ ചെയ്യാന്ന് ഞാനുമാണ് പറഞ്ഞത്. ക്രിസ്മസും എല്ലാം അടിപൊളിയായിട്ട് ആഘോഷിക്കാം എന്ന് പറഞ്ഞത് അവരാണ്. അല്ലാതെ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത് ചെയ്യാനാണെങ്കിൽ വല്ല സിനിമാ നടന്മാരെ കൊണ്ടുവന്നൂടെ? അങ്ങനെ നമുക്കൊരു മൈൻഡ് കാര്യങ്ങളുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ വലിയ ആൾക്കാരെ കിട്ടൂലേ? അതൊന്നുമല്ല, പ്രൊമോഷന് വേണ്ടി നമ്മൾ അങ്ങോട്ടോ. പിന്നെ വേറൊരു കാര്യം അതിൻ്റെ കൂടെ ചോദിക്കാത്ത ഒരു കാര്യമാണ് എഞ്ചിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് നമുക്കറിയായിരുന്നു, പോകുമ്പോഴേ ഏകദേശം അറിയായിരുന്നു. അത് സത്യസന്ധമായ കാര്യം. എന്നാലും അതിനനുസരിച്ച് അവർ ഓടിക്കണമായിരുന്നു. അത്രയും വലിയ കാര്യങ്ങൾ, അത്രയും വലിയ പവർഫുൾ ആയ വണ്ടി പോകുന്നിടത്ത് അതൊക്കെ പോട്ടെ, പോകാൻ പാടില്ലായിരുന്നു. എല്ലാം ഉണ്ട്. ഡിസംബറിൽ വരുമ്പോൾ ചെയ്യാന്നാണ് ഞങ്ങൾ വെച്ചത്. അത് വെച്ചിട്ട് എഞ്ചിൻ വന്നപാടെ ചെയ്യാം അല്ലെ, നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. വണ്ടി കേടായപ്പോൾ എഞ്ചിനും കൊണ്ട് തന്നെ പോവാനുള്ള പ്ലാനിങ്ങും ഇവിടെ ചെയ്തായിരുന്നു. ഞാൻ പോകുന്നില്ല, എമ്മിയും സാറും എല്ലാരും കൂടി പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. 4 പേരോളം പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. എന്നേരം നമ്മളിത് ബിസിനസ് പരമായിട്ട് ഒന്നും ആലോചിച്ചിട്ടില്ലാത്ത എന്ന് പറയുന്നതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കടയത്തെ ഒറ്റ ആൾക്കാർക്കും ഞാനൊഴികെ ബാക്കിയുള്ള ഒറ്റ സ്റ്റാഫിനും ഇവന്മാരെ ഈ പറയുന്ന ആൾക്കാരെ കണ്ടുകൂടായിരുന്നു. അത് സത്യസന്ധമായ കാര്യമാണ്. കണ്ടുകൂടായിരുന്നു. കാര്യം അതിനുള്ള കാരണം എന്റെ പിള്ളേർ തന്നെ ഇതിൽ ഉൾപ്പെടുത്തുമെങ്കിൽ അവര് തന്നെ പറഞ്ഞോളൂ. കാര്യം ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനത് ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നു. അവരോട് പഠിച്ച ആൾക്കാർ തന്നെയാണ്. അവരുടെ ഈ സ്വഭാവം കൊണ്ടും കാര്യങ്ങളും കൊണ്ടും മാത്രമായിരിക്കും. അത് നിങ്ങൾക്ക് ചോദിക്കാം ലാസ്റ്റ് അതിനുള്ള ഉത്തരം. അതേപോലെ തന്നെ ഇവരുടെ ഒരു ക്യാമറയും കാര്യങ്ങളും ഇവർ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. ആ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ടായിരുന്നത് ആശാൻ പറഞ്ഞിട്ട് ആശാന്റെ പിള്ളേര് ക്യാമറയും സാധനങ്ങളും ഇവർ ഇനി വളരണ്ട, ഇല്ലെങ്കിൽ ഇവര് ഇനി പുറത്തേക്ക് യാത്ര പോകണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റില് ആ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു എന്ന് പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതില് 2 പരാമർശം ഉണ്ടായിരുന്നു. ഞങ്ങള് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നുള്ള ഒരു പരാമർശം, ഇറങ്ങിപ്പോയതിനു ശേഷം വീട്ടിൽ വന്ന് തിരിച്ചു വിളിച്ചു എന്നും ഒരു പരാമർശം ഉണ്ടായിരുന്നു. വീഡിയോ ഇതിന് 2 ഉത്തരം പറയാം.
ഒന്ന്, ഇവര് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അത് പണിക്കാർക്ക് ആർക്കും ഇവരോട് താല്പര്യമില്ലായിരുന്നു. ഞാൻ മാത്രമാണ് ലാസ്റ്റായപ്പോ സപ്പോർട്ട് ചെയ്തിരുന്നത് എന്നുള്ളത് സത്യമാണ്. ഇറങ്ങിപ്പോയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതായത് ഇവരുടെ വണ്ടി ആ പെയിന്റ് അടിക്കുന്ന സമയത്ത് എന്റെ സ്റ്റാഫ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടോ ബാക്കി കാര്യത്തിൽ നിന്നൊന്നും അല്ല ചെയ്തോണ്ടിരുന്നത്. എനിക്ക് കിട്ടുന്ന പൈസ സ്വരൂപിച്ച് അതിൽ നിന്നാണ് ഞാൻ ഇവർക്ക് പണി ചെയ്തത്. അല്ലാതെ എന്റെ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസിൽ നിന്ന് എടുത്തിട്ടൊന്നുമല്ല ആക്കിയത്. എന്നാലും ഞാൻ ഇവരെ പെയിന്റ് അടിക്കുന്ന സമയത്ത് എന്റെ പണിക്കാരനോട് എന്റെ സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു, ഇന്ന വണ്ടി ചെയ്ത ശേഷം ഈ വണ്ടി ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞു. എന്നാലും ആ വ്യക്തി എന്തോ കാരണത്താൽ, നേരത്തെ പോകേണ്ട എന്തോ കാരണത്താൽ ആ വണ്ടി ചെയ്യാതെ ഇവരെ വണ്ടി ചെയ്തു. എന്നേരം ഞാൻ എന്റെ അധികാരം ഉപയോഗിച്ച് ആ ചെയ്ത സാധനം, പെയിന്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ എടുത്ത് മാറ്റിവെച്ചു. അത് നടന്ന കാര്യമാണ്. മാറ്റിവെച്ചു. അതിനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് ആ വണ്ടി ഡെലിവറി ആക്കാമെന്ന് ഞാൻ ഏറ്റ ആളാണ്. എന്നേരം ആ വണ്ടി പോയിട്ട് എനിക്ക് വേറെ പല വലിയ എമൗണ്ടിന്റെ ഒരു വണ്ടിയായിരുന്നു. അത് പോയിട്ട് എനിക്കൊരു കാര്യമുള്ളതുകൊണ്ട് ഇവരെ ചെയ്തു കൊടുക്കുക, അതിനുശേഷം ചെയ്തു കൊടുക്കേണ്ട പണിയേ ഉള്ളൂ. ഇല്ലെങ്കിൽ വേറെ പണിക്കാരെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. അല്ലാതെ ഞാൻ അവരെ അടിച്ചിട്ടോ, കാര്യം അങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്കാർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ അവരെ അടിച്ചിട്ടോ മറ്റേതോ എന്തോ ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ എന്റെ പണിക്കാരടിച്ചിട്ട് ഇറങ്ങിപ്പോയി, അങ്ങനത്തെ ഒന്നുമല്ല. അവര് തന്നെ പറയും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ. ആ കാരണത്താൽ എന്റെ ഒരു നല്ല സ്റ്റാഫിനെ എനിക്ക് അത് പോക്കാൻ നഷ്ടപ്പെട്ടു. കാര്യം നല്ലൊരു സ്റ്റാഫായിരുന്നു. ഇവര് കാരണം ആ സ്റ്റാഫിനെ നഷ്ടപ്പെട്ടു. പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഇരിക്കുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല കാരണങ്ങളും അതൊന്നും വിടുക. ബാക്കി കാര്യങ്ങള് പിന്നെ ചോദിച്ചേ. പിന്നെ അതേപോലെ തന്നെ അല്ല, ഇപ്പൊ അതുപോലെയല്ല, വർക്ക്ഷോപ്പിന്റെ ക്യാമറയുടെ കാര്യം വന്ന് ഞാനല്ല പറയേണ്ടത്. അതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അത് തെളിവല്ല. അതെന്റെ വർക്ക്ഷോപ്പിലെ പണിക്കാരെന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേര് പറഞ്ഞു. അവര് തന്നെ നമ്മുടെ വീഡിയോയില് അവര് തന്നെ അവരുടെ കാര്യങ്ങൾ തെളിയിക്കുന്നതായിരിക്കും. അത് അവര് ചെയ്ത കാര്യമാണ്. അതിന്റെ എന്താണ് അതിന്റെ സത്യം എന്നുള്ളത് അവര് തന്നെ പറയും. പിന്നെ അതേപോലെ തന്നെ അജിത്തേട്ടന്റെ നേതൃത്വത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അവർക്കെതിരെ ഗൂഢാലോചന നടത്തുകയും അതേപോലെ തന്നെ അവരെ അപവാദം പറയുകയും അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ പ്രയത്നിപ്പിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നൊരു റേഞ്ചിലും അവർ പറഞ്ഞത്. അതിനോടൊക്കെ യോജിക്കാൻ സാധിക്കുന്നുണ്ടോ? യോജിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലെ ആൾക്കാർ ഇപ്പം എമ്മി എന്റെ കൂട്ടുകാരനാണെങ്കിലും പുള്ളിയുടെ മനസ്സിലിരിപ്പ് എനിക്കറിയാൻ പറ്റൂല. അങ്ങനെ എന്താ പറയാ, ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ അവരെന്ത് ചെയ്താലും എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിച്ച് അവരെ തോന്നിയാസത്തിനൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അവരവരുടെ കാര്യം, എന്റെ കാര്യം. ഞാൻ ആ ഗ്രൂപ്പിൽ പോലും നോക്കിയിട്ടില്ലെന്നുള്ളത് സത്യസന്ധമാണ്. അതിലുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം ആദ്യത്തെ ഗ്രൂപ്പില്. പക്ഷെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് ഇവരെന്നെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിച്ചപ്പോൾ ഞാൻ ഓവർ ഇല്ലെങ്കിലും ആ ഗ്രൂപ്പിലൊന്ന് വർത്താനം പറയാനെങ്കിലും, ഏത് സാധാ രീതിയിലുള്ള വർത്താനം പറയാനെങ്കിലും തുടങ്ങിയത് ആ നിമിഷം തൊട്ടാണ്. അല്ലാതെ അതിലെനിക്കൊരു ആക്രമണം നടത്തണമെന്നോ, ഇത് നമ്മുടെ പിള്ളേരാണ്, അതുവരെയും നമ്മുടെ സ്വന്തം പിള്ളേരാണ്. ആ പിള്ളേരെ വേറൊരാൾ തെറി പറയുന്നവരെ നിങ്ങളെ പോലെ തന്നെ എനിക്ക് ആദ്യവും ദേഷ്യവും അരിശവും ആയിരുന്നു. ആര് പറഞ്ഞാലും എനിക്ക് ദേഷ്യമായിരുന്നു. എമ്മിക്കല്ല, എല്ലാവർക്കും അതെ. ആര് പറഞ്ഞാലും ഇപ്പോഴാണ് മനസ്സിലായിച്ച ആരാണ് നല്ലത്, ഏത് വ്യക്തികളൊക്കെ ഏതൊക്കെ ടീംസ് ആയിരുന്നു നല്ലതെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അല്ലാതെ അതിലൊരു കുത്തിത്തിരിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടായത് ഇത് ചെയ്തവരെ എടുത്തു തന്നെയാണ്. പിന്നെ ഇതിനെല്ലാത്തിനും തുടക്കം നിങ്ങൾക്ക് അവര് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വ്യക്തികൾക്കുണ്ടായ ഈഗോ, അതായത് എന്തോ പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തു, പ്രതീക്ഷിച്ചതിനൊത്ത് അവരുടെ അടുത്ത് ലഭിച്ചില്ല. അതുകൊണ്ട് ഉണ്ടായ ഒരു ഈഗോ കാരണമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പൊ അതിനോട് യോജിക്കാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളെ പ്രതീക്ഷ എന്താന്ന് അവർക്കെന്താ അറിയാം, നമ്മളെന്നാ പ്രതീക്ഷിച്ചത് അവർക്കെന്താ അറിയാം. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ പോയിട്ട് 2 മാസമായിട്ടുള്ളൂ. അവർക്ക് എന്ത് മനസ്സിലായി നമ്മളെന്നാ പ്രതീക്ഷിച്ചത്? ആ ചോദ്യം ഞാൻ ചോദിച്ചിന്. കുറെ ആൾ വിചാരിച്ചാൽ ഈ പ്ലേ ബട്ടർ ആണ് നമ്മളെ പ്രതീക്ഷ. കുറെ ആൾ വിചാരിച്ചു പ്ലേ ബട്ടർ ഞാൻ ചോദിച്ചു. ആരും ചോദിച്ചു, എപ്പോ ചോദിച്ചു, എന്തിനു ചോദിച്ചു, മറുപടി ഇല്ല. അത് പേര് പറയാൻ മതി. അതേപോലെ കുട്ടികളുടെ ചാനല് ആരും ചോദിച്ചു, എപ്പോ ചോദിച്ചു, അതിന് ഉത്തരവില്ല. ഞാൻ സിമ്പിളായിട്ട് എല്ലാത്തിനും പറഞ്ഞത് ഈ വധഭീഷണിയായാലും ഈ പ്ലേ ബട്ടർ ആയാലും ഇതെല്ലാം പ്രതീക്ഷകൾ പറയുന്നത് ഇരിട്ടിയിലുള്ള ആൾ ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ഇരിട്ടിയിലുള്ള ആളാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സിമ്പിളായിട്ട് അറിയാം, എല്ലാവരും അറിയാം. ആശാനാണോ അല്ലെങ്കിൽ അജിത്ത്, ആശാൻ പഠിക്കും കുറെ ആളായി പറയുന്നത് ആശാൻ, അജിത്താണോ എമ്മി ആണോ
പറഞ്ഞാൽ മതി, എല്ലാം പറയാലോ. ഇവരെല്ലാം പറയാലോ, ആണെന്ന് പറയുന്നതിന്റെ വിഷയം എല്ലാം പറയാലോ, എല്ലാം പറഞ്ഞാൽ മതി. ഇതിങ്ങനെ പിന്നെ വീഡിയോയിൽ ഇത് നമുക്ക് പറയാനാവും, വീഡിയോയിൽ ഇത് പറയാനാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്തിനാ വീഡിയോ പറയുന്നത്? അതായത് അതിന്റെ ഉദ്ദേശം എന്നാ, അതായത് ഈ വീഡിയോയിൽ ഇതൊന്നും പറയാനാവില്ലെങ്കിൽ വീഡിയോയിൽ പ്രശ്നങ്ങൾ എന്തിനു പറഞ്ഞു, ആൾക്കാരുടെ പേര് വീഡിയോ പറയാനാവില്ല, പിന്നെ എന്തിന് പ്രശ്നങ്ങൾ വീഡിയോ പറഞ്ഞു. അപ്പൊ സബ്സ്ക്രൈബേഴ്സ്, അതായത് ഇവർ അടിമപ്പെട്ട് ഇവർക്ക് തന്നെ ബോധ്യം. അപ്പൊ സബ്സ്ക്രൈബേഴ്സിന് അതായത് മൂട്ടിൽ തീ കൊടുത്ത് അവരെ ബാക്കിൽ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അവര് ബാക്കിൽ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പല്ല. വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ പറയാമോ? അങ്ങനെ ഇന്ന ആള് ചെയ്തു, ഇന്ന ആള് പറയാനുള്ള തെളിവല്ലെങ്കിൽ അതിനുള്ള ധൈര്യം വേണം. അല്ലാണ്ട് ഊഹാപോഹം വെക്കൽ. നമ്മൾ വ്യക്തമായ തെളിവ് കാണിക്കുക. ഇപ്പൊ ഒരു കാര്യം ചെയ്തു, വെറുതെ ഒരു ഫോട്ടോ എടുത്താൽ ഇതാണ് ഈ കാര്യം, മറ്റേ പപ്പു പറയുന്നത് ഇതാണ് രേഖ, മറ്റേ സിനിമ പറഞ്ഞാൽ അങ്ങനെ ഇതാണ് മുദ്ര, അങ്ങനെയല്ല. ആ മുദ്ര വ്യക്തമാക്കണം. ഇപ്പൊ എന്ത് കാര്യമില്ല വ്യക്തമാക്കണം. അത് ഇന്നാൾ ചെയ്ത് അല്ല ഇന്നാൾ ഇത്, ഇതാണ് അതിന്റെ തെളിവ്. അല്ലാണ്ട് ഇതാ വോയിസ്, ഇത് മറ്റേത്, അപ്പോഴത്തേക്ക് അത് ഉയിര്, ഇത് മാസം, അങ്ങനെയല്ല. തെറ്റേത് ശരിയേത് പഠിക്കണം. ശരിക്കും ഞാൻ പറയട്ടെ, വിശ്വസിച്ച് വൺ സൈഡ് കേട്ട് വിശ്വസിച്ച് അടിമപ്പെട്ട് ഞാൻ പറഞ്ഞ നിങ്ങളെ ബുദ്ധി അടിയറവ് വെച്ച് നിങ്ങളെ വില കളഞ്ഞു. ആര് ഉള്ളത് സത്യമാണെന്ന് ഒന്നും അറിയാതെ ഒറ്റയടിക്ക് ഒതുങ്ങിയ ആൾക്കാർ, ഒറ്റയടിക്ക്. അതായത് ഒരു ഇത്രയും ഒന്നിച്ച് നിന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എങ്ങനെയാലും നിൽക്കാൻ പറ്റും അത്രക്ക് നിന്ന് നമ്മളെക്കാട്ടിയും വിശ്വാസം നിങ്ങളിൽ അർപ്പിക്കുന്നു പറയുന്നത് എന്തിതാവുള്ളേ സാമാന്യ ബോധമുള്ള. അതായത് നമ്മൾ സബ്സ്ക്രൈബേഴ്സാണ്, നമ്മളെ പിന്നെ എല്ലാം സബ്സ്ക്രൈബേഴ്സാണെല്ലാം ഓക്കെ, ഞാൻ സമ്മതിച്ചു എൻ്റെ സബ്സ്ക്രൈബ്. പക്ഷേ വളർത്തി വലുതാക്കിയ അല്ലെങ്കിൽ വളർത്തി വലുതാക്കി എന്ന് പറയുന്നില്ല, സപ്പോർട്ട് ചെയ്ത പ്രാരംഭം സപ്പോർട്ട് ചെയ്ത സ്പോൺസേഴ്സ് അല്ല, അത് വിട്ട് നെഞ്ചോട് ചേർത്ത് ഇത്രയും കൂട്ടത്തിൽ അനിയന്മാർ പോലെ കണ്ട നമ്മൾ ഒന്നുമല്ല, അവർ മൈൻഡല്ലേ. അതുപോലെ ബുക്കിംഗ് ഫ്രീ, ഇവരെ ആദ്യം സപ്പോർട്ട് ചെയ്ത 10,000 രൂപ കണ്ട് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്ത നമ്മുടെ നാട്ടിലെ സ്വന്തം ഒരാളാണ്. ഒന്നുമില്ലാത്ത ബുക്കിംഗ് ഫ്രീ എന്ന് പറഞ്ഞാൽ അവരൊന്നും ഇടപെടാനില്ല, അവരുടെ ബിസിനസ്സും വേറെ ഇല്ല. നമുക്ക് നിങ്ങള് കഴിഞ്ഞ ദിവസം കമന്റ് കിട്ടും, നിങ്ങളുടെ വർക്ക്ഷോപ്പിലൊന്നും പണിയില്ല. നമുക്ക് അത്യാവശ്യം സഹോദരൻ നമുക്ക് എടുത്തു തീർക്കാത്ത അത്തരം പണിയുണ്ട്. നമ്മുടെ പണിയെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇരുട്ടിയിലൊക്കെ വന്നിട്ട് കുത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. അന്നേരം ഞാൻ എത്രത്തോളം പണി വന്നപ്പോഴും ഫോൺ എടുക്കാതെ എനിക്ക് പണിക്കാരും കുറവായിരുന്നു, ഇരുന്നിട്ടുണ്ടെന്നും എല്ലാവർക്കും അറിയാം. അങ്ങനെ ബിസിനസിന്റെ പണിയുടെ പുറകെ അന്ന് തൊട്ട് നമ്മൾ പോയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഞാൻ ഫോൺ എടുക്കാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ ബിസിനസിന്റെ തകരാറ് എന്ന് പറഞ്ഞാൽ. കാര്യം ഫോൺ എടുക്കാത്ത എന്ന് പറഞ്ഞാൽ ഉള്ള പണി തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഫോൺ എടുക്കാത്ത, വേറെ പണി പിടിക്കാനും പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റാഫുകളെല്ലാം വന്നുകൊണ്ട് ഇപ്പൊ പണി അത്യാവശ്യം പെട്ടെന്ന് തീരുന്നതുകൊണ്ട് എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഇടയ്ക്ക് ഇവനിപ്പോ ഈ സഹോദരൻ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവർ ഈ പടച്ചുവിട്ട ഈ ചെറ്റുകൾ നോവിച്ചുകൊണ്ടിരിക്കുവാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ മാന്യമായിട്ടുള്ള ഉത്തരം പറയണം. ഞാനാണ് കൊന്നതെന്ന് പറയണം, ഞാനാണ് അതിന്റെ തെളിവ് പറയണം. ഇപ്പൊ എനിക്ക് പറയാം, നിങ്ങൾ പണ്ട് കട്ടിട്ട് അടുത്ത വീട്ടിൽ നിന്ന് കട്ടിട്ട് എന്നാ പറയുക, കട്ടിട്ടാണ് അന്ന് പണ്ട് പോയത് എന്ന് പറയാം. എങ്ങനെയൊക്കെ കഥകൾ ഉണ്ടാക്കാം. പക്ഷെ അതിനൊരു തെളിവുണ്ടോ? അങ്ങനെ നിങ്ങൾ കട്ടിട്ടൊന്നുമില്ല, അങ്ങനെ കട്ടിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ അതുപോലെയല്ലേ എന്നെ ആക്ഷേപിച്ച് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അതിന്റെ ഉത്തരം പറയേണ്ടത് എന്റെ ബാധ്യസ്ഥമാണ്. അതായത് എന്നെ കണ്ട ആൾക്കാർക്ക് ബാധ്യസ്ഥമാണ്. ഈ അല്ലാതെ ഈ 70,000 അവരെ ഫ്രണ്ട് സബ്സ്ക്രൈബറിന് മോളിൽ വന്നിട്ട് എന്തേലും കേട്ട് അവരെ സത്യമാണ്, അവരെ സ്നേഹിക്കും. നമ്മൾ ഒരുപാട് സ്നേഹിച്ചായിരുന്നു. പക്ഷെ കള്ളത്തരവും കുതികാൽപ്പെട്ടും ഒന്നും ഇല്ലാതെ പോകണം. അല്ലാതെ എല്ലാരെയും വേദനിപ്പിച്ചിട്ട് പോയാൽ അത് മുന്നോട്ട് പോകില്ല. അത് നിങ്ങൾക്ക് മനസ്സിലെങ്കിലും തോന്നണം. അല്ലാതെ നമ്മളെ തറപറ്റിച്ചു അങ്ങ് പോയെന്നുള്ള തോന്നൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ച സത്യമല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഉത്തരം പറയും. ജസ്റ്റ് പറഞ്ഞാൽ മതി. എനിക്ക് ഇപ്പോ 2 ചോദ്യങ്ങളുള്ളൂ. അതായത് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇരട്ടിയിലുള്ള ടീമാണോ ഈ ചോദിച്ചത്? അതായത് വധഭീഷണിയായാലും കത്തിക്കലായാലും ലേബട്ടനായാലും കുട്ടികളെ ചാനൽ ഇരട്ടിയിലുള്ള 2 വ്യക്തികളാണ് ചോദിച്ചത് ആണോ? ഇരട്ടിയിലെ വ്യക്തികൾ അല്ല, ഇരട്ടിയിലെ വ്യക്തികൾ ആണ്. അത് പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്ന്. ആരും വ്യക്തി ആവശ്യിക്കുന്നില്ല കേട്ടോ, നാളല്ല പറയുന്നത്.
ഇനി പിന്നെ അതും പറയാൻ ബുദ്ധിമുട്ടെങ്കിൽ പറഞ്ഞത് അല്ലാന്ന് പറയാലോ. ആണെന്ന് പറഞ്ഞെങ്കിൽ MB അല്ല, അജിത്തല്ല, അല്ലാന്ന് പറയാലോ. ഇത് പറയൂല. ഇത് നമ്മള് മറ്റേ ഇനി വിപരീതമാണ്. ഇത് എന്താ പറയാ, അത് തിരിയുന്നില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായി. അതിന്റെ അകത്ത് ഒരു വ്യക്തി പറയുന്നത് പറഞ്ഞാൽ ഇവർ ഇത് തന്നെ പറയും, ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ അവർ അക്കൗണ്ടിൽ ഇത്ര റിവ്യൂ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുതയും കൂടി ഉണ്ട്. അതും കൂടി അവർ തെളിയിക്കണം. കാര്യം എല്ലാരെയും മണ്ടന്മാരാക്കുക എന്നുള്ള ഇത്രയും പൈസ അവർ തന്നെ പറയുന്നുണ്ട്, അവർ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല, അവരാരോടൊന്നും ചോദിച്ചിട്ടില്ല, എല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നതാണെന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ്. അതായത് അവരുടെ കഴിഞ്ഞ വീഡിയോ, അതായത് വണ്ടി മേടിക്കാൻ പോകുന്നു എന്നുള്ള വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, ഫോഴ്സുകാരൊന്നും ഇത് കാണുന്നില്ലല്ലോ അല്ലേ. അവരതിലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അവര് ഫോഴ്സുകാരൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവര് ചുമ്മാ ചോദിച്ചാണ്. അവര് ഫോഴ്സുകാരെ വിളിച്ചിട്ട് ഇവർക്ക് പൈസ കൊടുത്ത് മേടിക്കാലോ. അത് പോട്ടെ, അത് നമ്മളെന്താ കേട്ടോ, ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ ആശാൻ നല്ല വണ്ടി പണിയെടുത്ത് തന്ന ആളുകൾ വാങ്ങിച്ചു ഭക്ഷണത്തിന് ഈ കമന്റ് ആശാന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. സത്യം ദേഷ്യപ്പെടുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ആളെ മാത്രമേ ആശാന്ന് വിളിച്ച്, ഒരു വെൽഡിങ്ങിന്റെ ഒരു പുള്ളിയെ മാത്രമേ ആശാന്ന് വിളിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവർ ആശാന്ന് വിളിച്ചും പോയി. എന്റെ പേര് അജിത്താണ്, അജിത്ത് എന്ന് വിളിച്ചാൽ മതി. അല്ലാതെ എനിക്ക് ഈ ആശാമണി എന്ന് പറഞ്ഞ ഇറിറ്റേഷനാണ്. സത്യസന്ധമായ കാര്യം പറഞ്ഞില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് സത്യസന്ധമായ കാര്യം എനിക്കിഷ്ടമില്ല. ദേവിയത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു അജിത്ത് എന്ന് വിളിച്ചാൽ മതി. ദേവിയത് എനിക്കതിന് ഇഷ്ടമില്ല, താല്പര്യമില്ല കേട്ടോ. അത് ഞാൻ ചോദിക്കാൻ തന്നെ. പിന്നെ അതേപോലെ തന്നെ അവര് പറഞ്ഞതാണ്, അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അതായത് വാങ്ങിച്ചു കൊടുത്ത ഭക്ഷണത്തിന് വരെ കണക്ക് പറഞ്ഞു എന്നുള്ളതെല്ലാം പറഞ്ഞിട്ട് ഈ രണ്ട് വ്യക്തികൾ തന്നെ അതെല്ലാം പറയുന്നത്. അത് ഇരുട്ടിയിലുള്ള വ്യക്തികളാണോ അല്ലയെന്ന് പറ. അതും ഈ ഭക്ഷണത്തിന്റെ കണക്ക് പറഞ്ഞ ആൾ ഇരുട്ടിയിലുള്ള ആൾ ആണോ അല്ലയെന്ന് പറ. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞോ ഇല്ലെന്ന് അറിയത്തില്ല. കാര്യം അല്ല, അത് നീ പറഞ്ഞ അത് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. അത് ഞാൻ ചെയ്ത കാര്യങ്ങൾ അവർക്ക് ആദ്യം തെളിവുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഫീലിംഗില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കൊടുത്ത ഒരു നേരം ഫുഡിന് വരെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. സമ്മതിക്കുന്ന പറയാൻ പാടില്ല. ആ വിഷയം എനിക്കറിയാം. ഈ ഭക്ഷണത്തിന്റെ കണക്ക് പറഞ്ഞ ആരാന്ന് എനിക്കറിയാം. അറിയാം. പിന്നെ എനിക്കറിയാത് അയ്യോ, നമ്മൾ വെളിപ്പെടുത്തുന്ന ആളെ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. ഞാൻ ഇതും കൂടി ചോദിക്കുന്നു. നേരത്തെ 3 കൂടി ഇതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യനും കൂടി പറയുന്നത്. ഭക്ഷണത്തിന്റെ കണക്ക് പറഞ്ഞാൽ ഇരുട്ടിയിലാണോ അല്ലേ പറ. ഇനിയിപ്പോ ഫസ്റ്റ് പിടിക്കാൻ ചിലപ്പോ എന്തോ പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഫസ്റ്റ് പറയാ ഭക്ഷണത്തിന്റെ ആൾ പറഞ്ഞത് ഇരുട്ടിയിലുള്ള ആളാണ്. മറ്റേതെന്ന് വെച്ചാല് നമുക്ക് പറയാനല്ല. അത് ഇത് പറയാനോ, നമുക്ക് മറ്റേന്ന് പറയാനാണ്. കാരണം മറ്റേന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ തന്നെ പോയി. കാരണം ഞാൻ പറഞ്ഞേ, മറ്റേ അടിമപ്പെട്ട ആളും തിരിച്ചു പോകും. എന്തിനു മക്കളെ, എന്തിന്റെ ആവശ്യം? ജീവിതം എന്ന് പറയുന്നത് എനിക്കിപ്പോ 31-32, ഇവൻക്കും അതേപോലെ. നമുക്കല്ല എത്ര ജീവിക്കുക, എത്ര കാലം ജീവിക്കുക, ആരോഗ്യത്തോടെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. പക്ഷേ നമുക്കിപ്പം എന്നാ സത്യം പറഞ്ഞാല് അല്ല, അങ്ങനെ നീ നമ്മളെ ഇതിനുമുമ്പ് പരിചയമില്ല. പക്ഷെ നീ ഒരു ടൗണിൽ നിന്ന് നമ്മളിപ്പോ നടന്നു പോയിട്ടുണ്ടെങ്കിൽ, നീ അവരുടെ ഫാൻസ് ആണെങ്കിൽ നിന്റെ മനസ്ഥിതി എന്നാന്ന് എനിക്കറിയത്തില്ല. കാര്യം പണ്ട് ഇപ്പൊ മാസ്ക് ഒക്കെ നമ്മൾ അതുപോലെ വെച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റി. അത്ര നാട്ടിച്ചു നമ്മുടെ സമൂഹം. ഇതിന് നല്ലത് വല്ല പെണ്ണുകേസിനും പോകുന്നതായിരുന്നു. ഇത്രയും നാട്ടിൽ ഞാൻ ചോദിച്ചോട്ടെ, സത്യമല്ല, 2 ലക്ഷത്തി ഇത്രയും വലിയ പബ്ലിക്കിൽ നമ്മളെ നാട്ടിച്ചു. എന്തിനു വേണ്ടി? എന്ത് തെറ്റ് ചെയ്തിട്ട് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങളെ പോലീസ് മറ്റേത് കോപ്പ് പിടിക്കുമെന്നല്ല, വ്യക്തമാക്കണം. സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ നാട്ടിച്ചതിന് നിങ്ങൾ അതിനെ ഒരു പോയിന്റ് തന്നെയായിട്ട് പറയണം. ഇല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബർ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്ത തെറ്റുകളും അവര് ചോദിച്ച ഉത്തരത്തിനും അതിന് മാന്യമായിട്ടുള്ള മറുപടി കൊടുക്കണം. അല്ലാതെ ഒഴിഞ്ഞു മാറി തോറ്റുപോയിട്ടാണ് ഒഴിഞ്ഞു മാറുന്നത്. അല്ലാതെ ആണത്തത്തോടെ 2 ചേട്ടനും അനിയനും ആയാലും ഏത് വ്യക്തി ആയാലും ആണത്തോടത്തോടെ വന്നിട്ട് പറയണം. വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുക വെല്ലുവിളിക്കുന്നു. നമ്മൾ രോഷകുലമാകുന്ന ഈ പബ്ലിക്കിന് മുമ്പിൽ നമ്മൾ ഇതുവരെ തെറ്റ് ചെയ്യാത്ത നമ്മളെ എന്തിനു ക്രൂശിച്ചു? അത് നിങ്ങളെ പോലെ കമന്റ് ഇടുന്ന സാധാ പീക്കിരി പിള്ളേരോടല്ല പറയുന്നത്. ഞങ്ങളെ വീട്ടിൽ വരെ ഒരു സഹായം ചെയ്തിട്ട് ഇത്രയും ക്രൂരന്മാരാക്കി ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ തെണ്ടിത്തര ചെയ്തെങ്കിൽ ഞാൻ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ
പറയേണ്ട ആവശ്യമില്ല, കൈചൂടി പറയേണ്ട ആവശ്യമില്ല. എന്റെ നിലപാട് തെളിയിക്കേണ്ട ആവശ്യം എനിക്കുള്ളതാണ്. എംപിയുടെ നിലപാട് തെളിയിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുള്ളതാണ്. അല്ലാതെ ചേട്ടനും അനിയനും മറ്റേ പടച്ചുവിട്ട കംപ്ലൈന്റ് കാര്യം ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഇതുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല. വ്യക്തമായിട്ടുള്ള മറുപടി ലൈവായിട്ട് വന്നിട്ട് പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ വന്നിട്ട് നിങ്ങളുടെ ചാനലിൽ കൂടി വാഗ്വാദം ചെയ്യാം. നിങ്ങൾ അതിന് തെളിവ് നൽകണം. അതിനുള്ള ആണത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വാ. ഈ ചാനൽ നമ്മുടെ ചാനലിൽ അവരുണ്ടാക്കി തന്ന ചാനൽ കൂടിയാകും. നമ്മുടെ ചാനലിൽ വെല്ലുവിളിക്കുന്നില്ല. ഈ സുഹൃത്ത് പറഞ്ഞ ചാനലിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് അതിന് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വരൂ. നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ തെളിയിക്കൂ. അത് വാട്സപ്പ് ആയിക്കോട്ടെ, ഇത് രൂപത്തിലാണെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. അല്ലാതെ നമ്മളെ അടിച്ചിറക്കി വിട്ടിട്ടും അധിക്ഷേപിച്ചിട്ടുമല്ല. എനിക്കും പലതും ഉണ്ടാക്കി പറയാം. നിങ്ങൾ ഇന്ന വീട്ടിൽ നിന്ന് കട്ടിട്ടാണ് നിങ്ങൾ സ്ഥലം വിട്ടു പോയതെന്നൊക്കെ എനിക്ക് പറയാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടല്ല. ഒരു കാലത്ത് സത്യം ജയിക്കും. അല്ലാതെ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടും ആൾക്കാരെ കൊണ്ട് തെരുവിളിപ്പിച്ചിട്ടും അല്ല. ഞാൻ ഇപ്പൊ ഒന്നും കൂടി പറഞ്ഞു, വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വണ്ടി കത്തിച്ച കേസായാലും ഭീഷണിപ്പെടുത്തിയതായാലും പ്ലേ ബട്ടൺ ആയാലും പിന്നെ കുട്ടികളെ ചാനൽ റീച്ച് ആക്കാനായാലും ഈ ഒരു GPS കാര്യത്തിൽ ഈ നിങ്ങളെ പാസ്വേഡോ ഐഡിയോ ചോദിച്ചിട്ട് ഈ GPS പുള്ളിയോട് ചോദിച്ചിനോ ഇല്ലയോ എന്ന് ചോദിച്ചാലും ഈ 4 കാര്യത്തിനായാലും ഇനി എത്ര കാര്യത്തിനായാലും ഈ 4 കാര്യം പറഞ്ഞിട്ടാണ് ആൾക്കാരെ മുൾമുനിൽ നിർത്തി. അതുകൊണ്ടാണ് ഈ 4 കാര്യം പറഞ്ഞത്. ഞാൻ വെല്ലുവിളിക്കും. നിങ്ങൾ പറയുന്ന ചാനലായിക്കോട്ടെ, നിങ്ങളെ തെളിവായിക്കോട്ടെ, നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറോ? വെല്ലുവിളി ഏറ്റെടുക്ക്. ഈ തെളിവ് കൊണ്ടുപോവാ, വ്യക്തമായ തെളിവ് കൊണ്ടുപോവാ. അല്ലാണ്ട് വെറും 2 കൈ കാണിച്ച് അല്ലെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് കാണിച്ചിട്ടല്ല നിങ്ങൾ തെളിവ് കാണിക്കണ്ടേ. അത് ലൈവ് വാ, നിങ്ങൾ ലൈവ് ചോദിക്കുക ആൾക്കാർ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ എംബിക്ക് ചെറിയ തിരക്കുകൾ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എംബിക്ക് ഇത്ര ഉണ്ടായിരുന്നു. ഇതിപ്പോ 2 എപ്പിസോഡായിട്ടാണ് വരിക. നമ്മുടെ 2 എപ്പിസോഡ് നമ്മൾ സെയിം ഇൻട്രോ അല്ല സെയിം എൻഡിങ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവിടെ ഐത്തടയുണ്ട്, നമ്മുടെ ചേട്ടന്മാരെല്ലാവരും തന്നെ ഉണ്ട്. അപ്പൊ ഇനിയെങ്കിലും അവർ പറഞ്ഞ പോലെ കാര്യങ്ങൾക്ക് നിങ്ങളൊരു വ്യക്തത വരുത്തുക. അതായത് നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ഈ 2 ഗ്രൂപ്പിനെയും നമ്മൾ ഒരു വിധത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, എതിർക്കുന്നുമില്ല. സത്യം പുറത്തറിയണമെന്ന് എന്നോട് കുറച്ച് പേര് പറഞ്ഞിരുന്നു. ഇപ്പൊ അതിനെ തെറി പറയാൻ എനിക്ക് വിഷയമില്ല. അതായത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു എന്താണ് ഈവിൾ ജെറ്റിന്റെ പ്രശ്നം. കാരണം ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു, അവരോട് ഒന്നിച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് സ്റ്റാറ്റസും പലതും ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നോട് അവരത് ചോദിച്ചത്. അപ്പൊ അതിനുള്ള ചെറിയൊരു മറുപടി മാത്രമാണിത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ.